സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇവാൻ വുക്കമനോവിച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരിയറിൽ ഇത്രയും ഗതികെട്ട ഒരു സീസൺ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. 3 വർഷം ഇവാൻ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചതിൽ ഈ സീസണിൽ വന്നത്രയും പരിക്കുകൾ അത് വേറൊരു സീസണിൽ വന്നിട്ടില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഏറ്റവും ഒടുവിൽ ലൂണയ്ക്ക് ശേഷം നമ്മുടെ സ്ട്രൈക്കറായിട്ടുള്ള പെപ്ര കൂടി ഈ സീസണിന്റെ ബാക്കിയുള്ള മത്സരങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ളത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. സോ ഈ സീസണിൽ പരിക്ക് പറ്റി പുറത്തു പോയവരുടെ ലിസ്റ്റിലേക്ക് പെപ്ര കൂടി വരികയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. ഈ നിർഭാഗ്യത്തിന്റെ സ്വന്തം ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇവാൻ വുക്കമനോവിച്ച് വന്നതിന് ശേഷമാണ് അതിലൊക്കെ കുറച്ചൊരു വ്യത്യാസം വന്നത്. ഇതിന്റെ സീസണിലും ഇഞ്ചുറീസിന് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് സീസണിൽ കുറേയധികം ഇന്ത്യൻ പ്ലേയേഴ്സിനൊക്കെ ആ ഒരു ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോറിൻ പ്ലേയേഴ്സിന് ഇത്രയധികം ഇഞ്ചുറി വന്നിട്ടുള്ള ഒരു സീസൺ അത് ഇവാന്റെ കാര്യത്തിൽ മാത്രമല്ല, ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത് എൽക്കോ ഷെറ്റോയുടെ ആ ഒരു സീസണാണ്. ഈ ഒരു സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ 6 ഫോറിൻ പ്ലേയേഴ്സിനെ രജിസ്റ്റർ ചെയ്യാവുന്നതിൽ ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് ട്രയലിന് വന്ന ജസ്റ്റിനെയും ഏറ്റവും ഒടുവിൽ സൈൻ ചെയ്തിട്ടുള്ള ഫെഡർ വരെ നോക്കുകയാണെങ്കിൽ 9 ഫോറിൻ പ്ലെയറിനെ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ എന്നിട്ടും നമുക്കിപ്പോഴും സ്ക്വാഡിൽ ഒരു 7 പ്ലേയേഴ്സ്, ഒരു 7 ഫോറിൻ പ്ലേയേഴ്സിനെ ഇറക്കാനില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് ഫോറിൻ പ്ലെയർ ആയുള്ള ജോഷോ സിറ്റിയിലേക്ക് പരിക്ക് വരുന്നതിലൂടെയാണ്. ISL-ലോ ഡൂറൻ കപ്പിലോ ഒരു മാച്ച് പോലും കളിക്കാൻ സാധിക്കാതെ ട്രെയിനിങ് ഗ്രൗണ്ടിൽ വെച്ച് ഏറ്റൊരു പരിക്കിനെ തുടർന്ന് ഈ ഒരു വർഷം തന്നെ സിറ്റിയോ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കാണാൻ സാധിക്കാത്തൊരു അവസ്ഥയുണ്ടായി. അതിനുശേഷം ISL-ലേക്ക് വരുമ്പോഴും തുടക്കത്തിൽ ലെസ്കോവിച്ചും അതുപോലെ തന്നെ ദിമിത്രോസും നമുക്ക് അവൈലബിൾ ആയിരുന്നില്ല. അധികം വൈകാതെ നമുക്ക് ആറ്റുനോറ്റ് കിട്ടിയ ഒരു സൈനിങ് ആണ് എയ്ബൻ ദോഹലിങ്ങിൻ്റെത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ച പ്ലെയർ, ആ ഒരു പ്ലെയറിനൊരു ഇഞ്ചുറി പറ്റുന്നു. ISL-ലെ ആദ്യത്തെ ഒരു സീസൺ മൊത്തം കളിക്കാൻ പറ്റാത്ത രീതിയിൽ പരിക്ക് പറ്റുന്നത് എയ്ബാൻ ദോഹലിങ്ങിനാണ്. അതിനുശേഷം അധികം വൈകാതെ തന്നെ നമ്മുടെ ഡിഫൻസീവ് മിഡായിട്ടുള്ള ജീക്സിനും ഒരു പരിക്ക് പറ്റി. ഷോർട്ട് ടൈം പരിക്കാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് റിക്കവറായി ഈ അടുത്ത് തന്നെ ടീമിനൊപ്പം ജോയിൻ ചെയ്ത് ട്രെയിനിങ് ആരംഭിച്ചു എന്നാണ് വാർത്തകൾ ലഭിക്കുന്നത്. ഈ ഒരു കാലയളവിൽ തന്നെ മറ്റൊരു ഡിഫൻസീവ് മിഡ് ഫ്രെഡിക്കും പരിക്ക് പറ്റിയിരുന്നു. ഗ്രൗണ്ടിൽ വെച്ചൊരു ചെറിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. വീട്ടിൽ പോയിട്ട് വണ്ടിയിൽ വലിഞ്ഞേറി അവിടെ നിന്നും അദ്ദേഹം ഇഞ്ചുറി വരുത്തി വെച്ചു. അദ്ദേഹത്തിന്റെയും ഒരു ഷോർട്ട് ടൈം ഇഞ്ചുറിയാണ്. അധികം വൈകാതെ ടീമിനൊപ്പം ചേരും. സ്റ്റാർട്ടിംഗ് ലെവലിലേക്കും ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലേക്കും തിരിച്ചെത്തും എന്നും കേൾക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഒരു വലിയ ഇടുത്തി ബ്ലാസ്റ്റേഴ്സിന് വന്ന് വീഴുന്നത്. അഡ്രിയാൻ ലൂണ, ഇതുവരെയും ഒരു ചെറിയ പരിക്ക് മൂലം ഒരു മാച്ച് പോലും കളിക്കാൻ സാധിക്കാതെ വരാതിരുന്ന ലൂണയ്ക്ക് സീസൺ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു വലിയ ഇഞ്ചുറി. അതും മാച്ചിൽ വെച്ചൊന്നും അല്ല, നമുക്ക് കാണാൻ പോലും പറ്റിയില്ല. ട്രെയിനിങ് സെഷനിൽ വെച്ചിട്ടാണ് ലൂണയ്ക്ക് പരിക്ക് പറ്റുന്നത്. അതിനുശേഷം ജീക്സന്റെ വിടവ് നികത്തിയിരുന്ന വിബിന്റേതായിരുന്നു അടുത്ത ഊഴം. അദ്ദേഹത്തിനും ഒരു ചെറിയ പരിക്കാണ് പറ്റിയിട്ടുള്ളത്. അധികം വൈകാതെ ടീമിനൊപ്പം ചേരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് സൂപ്പർ കപ്പില് ഇഞ്ചുറീസ് ഒന്നും ഇല്ല എന്ന് ഇവാൻ വുക്കമനോവിച്ച് പറഞ്ഞ് സമാധാനിച്ചിരിക്കുകയാണ്. പെപ്രയുടെ കാര്യം പുറത്തേക്ക് വരുന്നത്. ഈ സീസണിൽ ഉടനീളം പെപ്ര നമുക്ക് ഇനി അവൈലബിൾ ആയിരിക്കില്ല. ഇവിടെ നമുക്ക് ആകെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് ഫെഡർ സെർണിച്ച് ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട്. എപ്പോഴാണ് അദ്ദേഹം അവൈലബിൾ ആവുക എന്നുള്ളത് അറിയില്ല. പക്ഷേ ഫെഡർ സെർണിച്ച് നമുക്കൊരു ബാക്കപ്പ് ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് 11-ലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പകരം ജസ്റ്റിനെ ലോണിൽ നിന്ന് തിരിച്ച് വിളിക്കും എന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും പെപ്രയുടെ അഭാവം എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. ലൂണേക്കാൾ കൂടുതൽ നമ്മൾ മിസ് ചെയ്യാൻ പോകുന്ന ഒരു പ്ലെയർ ആയിരിക്കും ഈ സീസണിൽ ഇതുവരെ നോക്കുകയാണെങ്കിൽ പെപ്ര ആയിരിക്കും. കാരണം ലൂണയുടെ അഭാവം നമുക്ക് അത്രയധികം ISL-ൽ ബാധിച്ചിട്ടില്ല, ഇനിയും ബാധിക്കില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ പെപ്ര ഈ ഒരു സീസണിലുടനീളം പതിയാണ് തുടങ്ങിയതെങ്കിലും പ്രൊവൈഡ് ചെയ്തിരുന്ന കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന മാച്ചുകളിൽ ബ്ലാസ്റ്റേഴ്സ് മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് എനിക്ക് പെപ്ര ദിമിത്രോസ് ആ ഒരു കോമ്പിനേഷൻ പലപ്പോഴും വാസ്കസ് ഡയസ് കോമ്പിനേഷൻ എക്സാക്ട് സെയിം ആയിട്ടല്ല, പക്ഷേ അവർക്ക് കിട്ടിയിരുന്നത് പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയും ആ ഒരു സിമിലാരിറ്റീസിനെ പറ്റി നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തിരുന്നു. അത്തരത്തിൽ കിട്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ദിമിത്രോസിനെ കുറച്ചുകൂടി ഫ്രീ ആയിട്ടും കുറച്ചധികം സ്പേസ് കിട്ടുന്ന രീതിയിലും ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലും ദിമിത്രോസിനെ മാറിയതിൽ പെപ്രയുടെ പങ്ക് വളരെ വലുതാണ്. ഈ സീസണിൽ നമ്മൾ ദിമിത്രോസിന്റെ ലോങ് റേഞ്ച് ഷോട്ടുകളും ഗോളുകളും കാണുന്നുണ്ട്, സോളോ എഫേർട്ട് കാണുന്നുണ്ട്. ആൻഡ് കുറച്ചുകൂടി ഒരു ഫ്രീ ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി സ്പേസ് കിട്ടുന്ന രീതിയിൽ ആ ഒരു മാച്ചുകളിൽ പെപ്ര ഉള്ളപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും പെപ്രയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ്. പെപ്ര ഉള്ളപ്പോൾ അദ്ദേഹം ഈ ഡിഫൻഡേഴ്സിന് കൊടുക്കുന്ന ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ട്. അത് 2 സ്ട്രൈക്കേഴ്സ് വരുമ്പോൾ മിക്കപ്പോഴും വർക്ക് ആവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് കുറച്ചൊരു എക്സ്ട്രാ എന്ന രീതിയിൽ പെപ്ര ഡിഫൻഡേഴ്സിന് ഉണ്ടാക്കുന്ന തലവേദന അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടി പെപ്രയിലേക്ക് എൻഗേജ് ആക്കി നിർത്തുമ്പോൾ ദിമിത്രോസിന് സ്പേസ് കിട്ടുന്നതും ദിമിത്രോസ് കുറച്ചുകൂടി ഫ്രീ ആവുന്നതും അദ്ദേഹത്തിലേക്ക് പന്തുകൾ എത്തുമ്പോൾ അദ്ദേഹത്തിന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കും അത് മാറുന്നുണ്ടായിരുന്നു. സീസണിലുടനീളം ഒരു അസിസ്റ്റും 2 ഗോളും മാത്രമാണ് അതിന്റെ പട്ടികയിലുള്ളതെങ്കിലും ഒരുവിധപ്പെട്ട ദിമിത്രോസിന്റെ ഗോളുകളെല്ലാം നമുക്ക് പെപ്രയുടെ ഒരു സാന്നിധ്യം അത് ഒരു ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ദിമിത്രോസ് എന്ന് പറയുന്ന സ്ട്രൈക്കറിന് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഈ പറഞ്ഞ പോലെ പെപ്ര വഹിച്ചിട്ടുള്ള പങ്ക് അത് ഫിസിക് അദ്ദേഹം യൂസ് ചെയ്യുന്ന രീതിയിലാണെങ്കിലും ഡിഫൻഡേഴ്സിനെ പോയി പ്രസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും ആ ഒരു കാര്യത്തിൽ ഈ ഡയസ് എന്താണോ വാസ്കസിന് വേണ്ടി ചെയ്തു കൊടുത്തത് അത് പെപ്ര ദിമിത്രോസിന് വേണ്ടി ഈ സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം വളരെയധികം മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ ഓഫ് ദ ബോൾ നോക്കുകയാണെങ്കിലും ഈ സ്ട്രൈക്കേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ ഈ സീസണിൽ ലൂണ പോയതിനു ശേഷം വളരെ എഫക്റ്റീവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രസ്സിംഗ് ബിൽഡപ്പിനെ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ ദിമിത്രോസും പെപ്രയും വളരെ എഫക്റ്റീവ് ആയിട്ടാണ് അവിടെ
പെർഫോം ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രസ്സിംഗ് ആണെങ്കിലും ആ ഒരു ലൈൻ കട്ട് ചെയ്ത് നിൽക്കുന്ന കാര്യമാണെങ്കിലും റിക്കവറീസ് ആണെങ്കിലും അതെല്ലാം വളരെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അവിടേക്ക് പെപ്പറ കൊണ്ടുവന്നിരുന്ന ഒരു അഗ്രസീവ് മെന്റാലിറ്റി ഉണ്ട്. ആ പന്ത് പ്രസ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഫിസിക്കലി പ്ലേയേഴ്സിനെ പോയി ചാർജ് ചെയ്യുന്ന കാര്യത്തിലേക്കാണെങ്കിലും അതെല്ലാം ബ്ലാസ്റ്റേഴ്സിന്റെ ടാക്ടിക്സിന് വളരെയധികം സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു. അതും തീർച്ചയായിട്ടും മിസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യമായിരിക്കും. അതുപോലെ തന്നെ പെപ്പറയുടെ ചില സിഗ്നേച്ചർ സാധനങ്ങൾ ഉണ്ടായിരുന്നു. അത് നമുക്ക് അറ്റാക്കിംഗ് തേർഡിൽ കുറച്ചധികം ത്രെഡ്സ് ക്രിയേറ്റ് ചെയ്തെടുത്ത കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ട് അതിന്റെ ടേൺ പെനാൽറ്റീസിന്റെ രൂപത്തിലാണെങ്കിലും ഗോളുകളുടെ രൂപത്തിലാണെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ടേൺസ്. അത് ഫുൾ ബാക്സിൽ നിന്നും പ്രത്യേകിച്ച് നവോച്ച സിംഗിൽ നിന്നൊക്കെയുള്ള പാസുകൾ അത് ഒരു അറ്റാക്കിംഗ് ത്രെട്ടാക്കി മാറ്റുന്നതിൽ അതിന്റെ ടേൺസ് വളരെയധികം എഫക്റ്റീവായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ആക്സിലറേഷൻ, ആ ഒരു പേസ്, നമ്മൾ ആ സന്ദേശം ഇങ്ങനെ FC ഗോവയ്ക്കെതിരെയുള്ള മാച്ചിൽ അദ്ദേഹം പേസ് കൊണ്ട് ഒറ്റ ടച്ച് കൊണ്ട് ഔട്ട് റൺ ചെയ്യുന്ന ഒരു രീതിയിലൊരു മൂവ്മെന്റ് കാണുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ അറ്റാക്കിംഗ് തേർഡിൽ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് കൊണ്ടുവരുന്നതിൽ പെപ്പറയുടെ സാന്നിധ്യം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. അവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ലാതെ സ്ട്രൈക്കേഴ്സിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ, സ്ട്രൈക്കേഴ്സിൽ നിന്നുള്ള ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് വരുന്നത് അറ്റാക്കിംഗ് തേർഡിനെ നമുക്ക് വളരെയധികം ആക്റ്റീവ് ആക്കി വച്ചിരുന്ന ഒരു കാര്യമാണ്. സോ അദ്ദേഹത്തിന്റെ സ്ട്രെങ്ത്തിൽ വരുന്ന കാര്യങ്ങളാണ്. അത് യൂസ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് തേർഡിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അദ്ദേഹം ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് ഒക്കെ തീർച്ചയായിട്ടും മറ്റൊരു സ്ട്രൈക്കറിൽ നിന്ന് വന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിസ്സിംഗ് അവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിച്ചേക്കും. പെപ്പറയുടെ കാര്യത്തിൽ എനിക്ക് ഇഷ്ടമല്ലാതിരുന്ന അല്ലെങ്കിൽ മെജോറിറ്റിക്കും ഇഷ്ടമല്ലാതിരുന്ന സാറ്റിസ്ഫൈഡ് അല്ലാതിരുന്ന ഒരു കാര്യം ഫിനിഷിംഗ് ആണ്. അത് ഒരുപാട് സിറ്റുവേഷൻസിൽ മോശമായിട്ട് ബാധിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. ഫിനിഷിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പെപ്പറ ആ ഒരു പവറിനെ അമിതമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കാം, പ്ലേസ്മെന്റിനേക്കാൾ കൂടുതൽ പവറിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ക്ലിക്കായി കഴിഞ്ഞാൽ അതിന്റെ കോൺടാക്റ്റും കൃത്യമായിട്ട് അതിന്റെ ടെക്നിക്കും വന്നു കഴിഞ്ഞാൽ അത് നല്ല ഗോളുകളായിട്ട് മാറാറുണ്ട്. അത്തരത്തിലാണ് അതിൽ 2 ഗോളും വന്നിട്ടുള്ളത്. പക്ഷേ എല്ലായ്പ്പോഴും ഈ പവറിനെ അമിതമായിട്ട് അദ്ദേഹം ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അത് വർക്ക് ആവാറില്ല. അതുകൊണ്ടാണ് ഫിനിഷിങ്ങിന്റെ കാര്യത്തിൽ അദ്ദേഹം കുറച്ചധികം പുറകിലേക്ക് നിൽക്കുന്നത്. ഈ ഫിനിഷിംഗ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയാസിലൊക്കെ ഈ ഡ്രോപ്പ് ചെയ്തിറങ്ങി വന്നിട്ടുള്ള ഫ്ലെക്സിബിൾ ആയുള്ള പൊസിഷനിങ് വെച്ചിട്ട് ഡിഫൻഡേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും അവൈലബിൾ ആവുന്ന കാര്യമാണെങ്കിലും ഡ്രോപ്പ് ചെയ്തിറങ്ങി വന്ന് പന്തെടുക്കുന്ന കാര്യമാണെങ്കിലും പിന്നെ ദിമിത്രോസ് ആയിട്ടുള്ള കോമ്പിനേഷൻ, ദിമിത്രോസിലേക്ക് എത്തിക്കുന്ന പാസുകൾ, അവിടെ എല്ലാം പെപ്പറ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കളിച്ചിട്ടുണ്ട്. ഫിനിഷിങ്ങിന്റെ കാര്യം മാത്രമാണ് അദ്ദേഹത്തിൽ ഒരു വലിയ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സോ എന്തായാലും ഇനി പാസ്റ്റ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ ഇനി അടുത്ത സ്റ്റെപ്പ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതിന് തന്നെയാണ് ഇവിടെയും ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. എനിക്ക് തോന്നിയൊരു കാര്യം, ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആരൊക്കെ ഇതുപോലെ ഇഞ്ചുറി വന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിലും അവർക്ക് പകരം വരുന്ന പ്ലേയേഴ്സ് ആ ഒരു വിടവ് നികത്തുന്ന രീതിയിൽ പെർഫോം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ISLന്റെ ടേബിളിൽ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിൽക്കുന്നത്. തുടക്കത്തിൽ ലെസ്കോസിന്റെ അഭാവത്തിൽ മിലോസ് മികച്ച രീതിയിൽ സ്റ്റെപ്പ് ചെയ്തു. അതുപോലെ തന്നെ നവോച്ച സിംഗ് എയ്ബാന്റെ അഭാവത്തിൽ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടായിരുന്നു. ജീക്സൺ പോയപ്പോൾ വിപിൻ വന്നു, വിപിൻ പോയപ്പോൾ അസർ വന്നു. അതുപോലെ തന്നെ ലൂണ പോയപ്പോൾ പെപ്രയും ദിമിത്രോസും കൃത്യമായിട്ട് ആക്റ്റീവായി. അങ്ങനെ ആരൊക്കെ ടീമിൽ നിന്ന് ഇതുപോലെ പുറത്തു പോയിട്ടുണ്ടെങ്കിലും മികച്ച രീതിയിലാണ് അവർ കളിച്ചിട്ടുള്ളത്. സോ ഇവിടെ പെപ്പറ പോകുമ്പോഴും അതിന് പകരം വരുന്ന പ്ലെയർ ഫെഡർ ആണെങ്കിലും ജസ്റ്റിൻ ആണെങ്കിലും ഇനി ഈശാൻ പണ്ഡിത വന്നാലും ആ ഒരു വിടവ് നികത്തുന്ന പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ഇതൊന്നും ടീമിനെ ബാധിക്കില്ല. ഈ പറഞ്ഞ പോലെ ഇത്രയധികം സ്ട്രഗിൾ ചെയ്ത ഒരു സീസണിലും ഈ പറഞ്ഞ പോലെ പോയിന്റ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കാൻ ഇതുവരെയും ടീമിന് സാധിച്ചിട്ടുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ ഇനി ബാക്കിയുള്ളത്. ഫെഡർ വന്നാലും ജസ്റ്റിൻ വന്നാലും ഈശാൻ പണ്ഡിത വന്നാലും ആര് വന്നാലും പെപ്പറ ചെയ്തതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തിരിച്ചടിയും ബ്ലാസ്റ്റേഴ്സ് സുഖമായിട്ട് അതിജീവിക്കും. എന്തായാലും പെപ്പറയുടെ അഭാവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മറ്റൊരു കാണാം. ബൈ.